to our Navaratri series. ഇന്ന് ഡേ 2 ആണ്. നമ്മൾ ഈ 9 ദിവസം സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ട 9 സ്ട്രെങ്സിനെ കുറിച്ചാണ് ഇൻ എ റിലേഷൻഷിപ്പ്. സോ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഡേ 1 ശൈലപുത്രിയെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഇന്റേണൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാവുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇന്ന് 2ാം ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രഹ്മചാരിണിയെ പറ്റിയാണ്. ഡിവോഷൻ ആൻഡ് പേഷ്യൻസിന് ഉത്തമ ഉദാഹരണമായ ബ്രഹ്മചാരിണിയെ പറ്റി. സോ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വീണ്ടും വീണ്ടും ഒരേ ആർഗ്യുമെൻറ്റ്സ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ നിങ്ങൾ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർ റഷ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും കോളറി പിടിച്ചിട്ട് ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ ദ വിസ്ഡം ഓഫ് ബ്രഹ്മചാരിണി വിൽ ബി സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. നമുക്ക് പാർവതി ദേവി 1000 വർഷം തപസ്സിരുന്ന് ശിവനെ നേടിയ കഥയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ലെറ്റ്സ് ഹാവ് എ സൈക്കോളജിക്കൽ ലെൻസ് ലുക്ക് ടു ഇറ്റ്. സേ ഫോർ എക്സാമ്പിൾ, പാർവതിയെ സംബന്ധിച്ച് പാർവതിക്ക് ഗോൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഷീ ഡിവോട്ടഡ് ഹെർസെൽഫ് ടു ദാറ്റ് പ്രോസസ് ഓഫ് അറ്റൈനിങ് ലോർഡ് ശിവാസ് ലവ്. സോ ഇത് നമ്മൾ സൈക്കോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് എ റിലേഷൻഷിപ്പ് നീഡ്. ടോളറൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സൈലന്റ്ലി സഫറിങ്ങിനെ ചെയ്യുന്നതിനെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. അതുമല്ല ഗിവ് അപ്പ് ചെയ്തിട്ട് ഇനി എന്തോ ആയിക്കോട്ടെ എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് പാർവതി ചെയ്തതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡിവോട്ടഡ് ആയിട്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുവർ റിലേഷൻഷിപ്പ് ഫോർ ഷുവർ വിൽ ഗ്രോ. നൗ പറയാൻ എത്ര എളുപ്പമാണല്ലേ ആ ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത്, സ്പെഷ്യലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. ബ്രഹ്മചാരിണി ഓൾറെഡി നമുക്കത് കാണിച്ചു തന്നിട്ടുള്ള കാര്യവും കൂടിയാണ്. അപ്പോൾ ബ്രഹ്മചാരിണിയുടെ കാര്യം നമ്മൾ മാറ്റിവെച്ച് നേരെ ഒരു ഗാർഡനറിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും. എത്രത്തോളം പേഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? നമ്മളൊരു ചെടി നട്ട് ആ ചെടിയെ എന്നും പോയി നമ്മൾ ഡിഗ് ചെയ്ത് നോക്കുന്നില്ല. നേരെ മറിച്ച് അതിന് വേണ്ട രീതിയിലുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ ആ ചെടിയെ വളർത്തിക്കൊണ്ട് വരികയാണ്. നേരെ മറിച്ച് എന്ന് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടി വളരുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇറ്റ്സ് എ സെയിം പേഷ്യൻസ് ദാറ്റ് യു നീഡ് ടു മെയിൻറ്റെയിൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്. സോ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേഷ്യൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൗ വി ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് whether it is actually a difference or is it a deal breaker. What is going on in your relationship now? What is the difference between difference and deal breakers is that difference എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒത്തിരിയധികം ഡിഫറൻസസ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ്നെസ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കാം, പാർട്ട്ണർ കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരാളായിരിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് നോർമൽ ഡിഫറൻസസ് ആണ്. രണ്ട് പേര് തമ്മിൽ വരാവുന്ന സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ്. നേരെ മറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ച വാല്യൂസ്, വി ആസ് എ പേഴ്സൺ നമ്മൾ എന്ത് വാല്യൂസ് ആണോ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ്സ് ഡീൽ ബ്രേക്കർ ആൻഡ് വിച്ച് വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ടു. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ടു ഐഡന്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ differences as well as the deal breakers. Now, once we identify whether it is difference or is it a deal breaker, the next step is നമ്മൾ curious listener ആകണം. കേട്ടിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? എത്ര വർഷമായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. പക്ഷെ നേരെ ഒന്ന് ആലോചിച്ച് നോക്കി, തുടക്കത്തിലൊക്കെ ശരിയാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ വൺസ് വി ഫെൽ ദാറ്റ് വി ഹാവ് ദാറ്റ് സ്ട്രെങ്ത് ഇൻ ദിസ് റിലേഷൻഷിപ്പ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേഷ്യൻസിൻ്റെ അളവ് കുറയും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർത്താണ് നമ്മൾ ദേഷ്യപ്പെടുന്നതെന്നല്ലേ പറയുന്നത്. പക്ഷേ ആ പേഷ്യൻസ് കുറയുമ്പോഴത്തേക്ക് വി സ്റ്റാർട്ട് യൂസിങ് കറക്റ്റീവ് ടോക്കിംഗ്. ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾ അതങ്ങനെ ചെയ്തു? ഓക്കെ, സോ ഈ കറക്റ്റീവ് ടോക്കിംഗ് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുക എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ പറയുന്നത്, ഒരു കാര്യമില്ല, കാരണം മറ്റേ സൈഡിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. നേരെ മറിച്ച് ക്യൂരിയസ് ലിസണിങ് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദെയർ സൈഡ് ഓഫ് ഇറ്റ്. ഓക്കെ ഫൈൻ, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത്.
നമുക്ക് ഒരു ദിവസം പോരാ, 2 ദിവസം പോരാ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഡിവോട്ടഡ് ആയിട്ട് വളരെയധികം ഈ ഒരു പ്രോസസ്സുമായിട്ട് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേഷ്യൻസ് നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ വൺസ് യു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ക്യൂരിയസ് ലിസണിങ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നർച്ചറിങ് ദ ഡയറക്ഷൻ. നമുക്ക് ഏത് വഴിയാണോ അല്ലെങ്കിൽ ഏത് സൈഡിലോട്ടാണോ ചെടി വളരേണ്ടത്, അപ്പോൾ ആ ഒരു സൺലൈറ്റ് ആ രീതി കിട്ടുന്ന രീതിയിലല്ല നമ്മൾ വെക്കുന്നത്. സെയിം തിങ്, ഹൗ യു വോണ്ട് യുവർ റിലേഷൻഷിപ്പ് ടു ഗ്രോ. ഇഫ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് എ സ്ലൈറ്റസ്റ്റ് ചേഞ്ച് ഫ്രം യുവർ പാർട്ട്ണർ, സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. അപ്പോൾ ബിഹേവിയേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അത് എത്ര ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും വൺസ് വി സ്റ്റാർട്ട് അക്നോളജിങ് ദാറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർട്ട്ണറിന് കുറേശ്ശെ മാറാനായിട്ടുള്ളൊരു ടെൻഡൻസി എങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഗെയിൻ ലെറ്റ് മീ ടെൽ യു, ഇറ്റ് ഈസ് വിത്ത് ഹൈ ഡിവോഷൻ ദാറ്റ് യു ഹാവ് ടു ഡു. ഇന്നലെ ഞാനത് പറഞ്ഞതല്ലേ, ഇന്ന് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു സെയിം ലൂപ്പിലേക്ക് കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ യു നീഡ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പേഷ്യൻസ്. സോ ഇമാജിൻ, സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ കൃത്യമായിട്ട് വരിക, ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളവരാണെന്ന് വിചാരിക്കുക. നേരെ മറിച്ച് നമ്മുടെ പാർട്ട്ണറിനെ സംബന്ധിച്ച് 10 മിനിറ്റ് ആണെങ്കിലും 20 മിനിറ്റ് ആണെങ്കിലും ഒക്കെ ലേറ്റ് ആയി കഴിഞ്ഞാലും യാതൊരു കുഴപ്പവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് കരുതുക. സേ ഫോർ എക്സാമ്പിൾ, സോ ഫസ്റ്റ് യു നീഡ് ടു, എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ പാർട്ട്ണർ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വി ഹാവ് ടു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ക്യൂരിയസ് ലിസണിങ്. എന്തുകൊണ്ടാണ് താമസിച്ചത്, അല്ലെങ്കിൽ വൈ ഡോണ്ട് യു ട്രൈ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സംസാരിക്കുക. മൂന്നാമത്തെ ദിവസം ഇഫ് ഈവൻ എ മിനിറ്റ് ഓർ 2 അഹെഡ് ആയിട്ടാണ് പാർട്ട്ണർ വരുന്നതെങ്കിൽ, say that I can see that there is a small change and I am so happy about it. So slowly those appreciations will start appreciating our behavior. So these positive reinforcement can always bring nourishment to your relationship, to you as well as to your partner, as you are developing mutual respect between you and your partner. അപ്പോൾ ഡേ 2 ടാസ്ക് വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇത്രയും പേഷ്യൻ്റോട് കൂടി വെയിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ഒരു പേഷ്യൻസ് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടോ? മെൻഷൻ ദാറ്റ് ഇൻ ആ കമൻറ്റ് ബോക്സ്. സോ ഇന്നലെ നമ്മൾ ഒരു മൗണ്ടനെ കുറിച്ചാണ് സംസാരിച്ചത്, ഇന്ന് ഗാർഡനറിനെ പറ്റി. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻ മിഡിൽ ഓഫ് കോൺഫ്ലിക്ട്സ് പോലും ഹൗ വി ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് കറേജ് ആൻഡ് കാംനെസ് എന്നുള്ളതിനെ കുറിച്ചാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ദാറ്റ് യു ആർ ഗിവിങ്. ആൻഡ് നാളെ 3-ാം ദിവസം, നവരാത്രിയുടെ 3-ാം ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.